ഞാൻ പറഞ്ഞില്ല എൻ്റെ ചെക്കൻ വരും, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഫെസ്റ്റിൽ എൻ്റെ ചെക്കൻ്റെ കൂടെ വരുന്നു. ഈ പഴപ്പ് തന്നെ നമ്മള് ഇവിടെ എത്തിക്കാണ്. കളികൾ കഴിഞ്ഞു, ഇനി ബൂഡാപെസ്റ്റിൽ. അപ്പം നമ്മൾ നമ്മുടെ റൂം എത്തിക്കുകയാണ്. ഹായ് പിന്നെ അങ്ങനെ ഇതാണ് റൂം. ഇറ്റ് ഈസ് ഗുഡ്, ഇറ്റ് ഈസ് നൈസ്, ഇറ്റ് ഈസ് എ ഗുഡ് വ്യൂ ഓൾസോ. ഓക്കെ, കണ്ടാണല്ലോ നിങ്ങൾക്ക് ആ വെയിൽ താഴ്ന്നതൊക്കെ കാണാം. ഒരു ഗോപുരന്മാരി ഒരു പരിപാടി. അതായത് ഇത്രയും ദിവസം ഞാൻ ഒറ്റയ്ക്കായിരുന്നു, അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. കുഴപ്പമില്ല, നമ്മൾ എൻജോയ് ചെയ്തു. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ല എൻ്റെ ചെക്കൻ ഇങ്ങോട്ട് വരും, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഫെസ്റ്റിൽ എൻ്റെ ചെക്കൻ്റെ കൂടെ വരുന്നു. ഇനി പഴപ്പ് തന്നെ. സിഗരറ്റില്ല, വെള്ളം അടിച്ചിട്ടില്ല, ക്ലീൻ. ഞാനും ചെക്കൻ വന്ന സന്തോഷം. ഇനി ഷൂട്ട് ഇതൊക്കെ കണ്ട, ഞാൻ അല്ലെങ്കിൽ ലേറ്റായി വരണം. ഞാനാ ഇപ്പൊ ഫുള്ള് നേരത്തെയാണ് ഞങ്ങൾ അത് പൂട്ടി. ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 മണിക്ക് പൂട്ടുന്നു. അപ്പൊ വേറെ എൻട്രി ആയിരിക്കും. കയറിക്കോ. ഈ നായി വന്നപ്പത്തിന് എന്റെ പതുക്കടാ, ഇത് പൊട്ടുടാ. മധുര ഈ ഞങ്ങടാ മേലേക്ക് കയറി പോണ്. ആൾക്കാർ വന്നിട്ടില്ല, നമ്മള് നേരത്തേന്ന്. ഇപ്പൊ നമുക്ക് അപ്പുറത്തെ സൈഡ് പോവാ. എടാ ഇങ്ങോട്ട് പോവാ, 1 മിനിറ്റ് ഇവിടെ എന്ത് ചെയ്യട്ടെ. ശരി, ഞാൻ രാവിലെ എണീറ്റ് ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പണിയെടുക്കുക. ചെക്കൻ്റെ എണീറ്റിട്ടില്ല, എണീക്കേണ്ടതാണ്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിയപ്പോൾ വാ, ആ സൺറൈസ് കണ്ടോ, ആ ലൈറ്റ് കണ്ടോ, ആ കളറ് കണ്ടോ, നല്ല എന്താ ചോദിക്കി വിമാനം ഇറങ്ങുമെന്നായി. പിന്നെന്താ, വിമാനം മാത്രമല്ല, ഭാഗ്യം മണ്ടം നടന്നു. അതെ വേറെ സിനിമയിൽ പോലും യൂസ് ചെയ്യില്ല അത്. ചിരിക്കാനുണ്ടത്. എന്താണെന്ന് അറിയാൻ പാടില്ല, പക്ഷെ പൂവൊക്കെ വെച്ചിട്ട് എന്തോ ഒരു വലിയ സംഭവമാണ്. എന്താണാവോ. ഫോട്ടോ എടുക്കോ? ഗൈസ്, മത്തി വെറ്റമാരിയാണ് റോക്കറ്റ്. അവിടെ എന്താ എൻ്റെ അഭിപ്രായം, എങ്ങനെയുണ്ട് ബൂഡാപെസ്റ്റിന്റെ? അത് ശരി, ഈ അതിനെ ഓടിക്കോ. ഇതിൽ നല്ലത് എൻ്റെ തീട്ട ചളിയായിരുന്നു കേട്ടോ. ഈ ഇൻസ്റ്റാഗ്രാമിൽ കുറെ തെറി കേട്ടെങ്കിലും എൻ്റെ ഈ അന്നെ വെച്ചിട്ട് ഞാൻ അന്നെ വിറ്റ് പൈസ ഉണ്ടാക്കി ഈ വ്ളോഗിൽ. ഇപ്പൊ നിങ്ങളിത് കണ്ട രാത്രി ആകാനില്ലേ, ശരിക്ക് ഇത് 4:45 സമയം. ഈ നായിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട്, സെറ്റാണ്. അമ്മേ, ഇത് അധികം ഒന്നുമില്ലാത്തൊരു എന്താ വില്ലേജോ അങ്ങനെ എന്താ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രം ഷോപ്പിംഗ്. ഈ സമയത്താണെങ്കിൽ ആരുമില്ല. റൂമെത്തി അടുത്ത ഷൂട്ടിന് പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പ്, ജാക്കറ്റ് ഇട്ടു. ഞാനാണെങ്കിൽ ഈ ഷർട്ട് ഇട്ടിട്ട്. ഇപ്പൊ എത്ര ഡിഗ്രിയാ നോക്കിയാ? ഇതില് 8 കാണിക്കുന്നുണ്ട്. 8 ഒന്നും കൂടെ കിട്ടും. ഞാൻ ഒന്ന് നോക്കട്ടെ, ഞാൻ എൻ്റെ ഫോണിൽ ഓർബിൻ്റെ നെറ്റ് റീചാർജ് ചെയ്തില്ലേ. എന്ത് തന്നമാർഫിക്ക് നോക്കിക്ക. ഈ അടാ അത് തുടച്ച ഇവിടെ മറ്റേ ഇത് മഞ്ഞടിച്ച്, മഞ്ഞല്ല എന്താ സാധനം, ഫോഗ് അടിച്ചിട്ടാണ്. നിങ്ങൾക്ക് കാണാണ്ടോ? ഇല്ലല്ലേ, സാരില്ല. എനിക്ക് ഇതെന്താ പാലക്കാടാണ് വിചാരിച്ച. നമുക്ക് തണുപ്പ് കൂടുണ്ട് ഇവിടെ ഫസ്റ്റിൽ വന്നിട്ട്. അതും ഈ വിൻ്റർ തുടങ്ങാനാകുമ്പോൾ എന്നാൽ ശരി, ഷൂട്ട് ചെയ്യട്ടെ പോയിട്ട്. അതെ, കൊണ മതി. ഗൈസ് കുടുങ്ങിയിരിക്കുകയാണ്, ലൈറ്റ് ഓഫ് ആക്കാൻ വയ്യാതെ. ഈ ലൈറ്റ് ഞാൻ ഇവിടത്തെ ഓഫാക്കി. ഈ സ്വിച്ച് ഓഫാക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഓഫാകും. അപ്പം ഈ ചാർജ് ചെയ്യാൻ പറ്റതൊക്കെ ഓഫാകും. ഇനി ഇതെങ്ങനെ ഓഫ് ചെയ്യാന്ന് അറിയില്ല. ഒരു പണ്ടാറ ഹോട്ടല്. അപ്പൊ നായി അപ്പൊ ചാർജ് ചെയ്യാൻ വെച്ചതൊക്കെ നാളെ ഷൂട്ട് ചെയ്യാനുള്ള ബാറ്ററി. നിനക്ക് ഒരു കാര്യം ചെയ്യും, ഇതും കൂടി വലിച്ചിട്ടാ. അതിൻ്റെ ആ വയറങ്ങ് ഊന്നിട്ട് കഴിഞ്ഞാൽ
ആ ഉപ്പൊക്കോ അത് മതി. ഇനി മറ്റേ ഇവിടുന്ന് കണ്ണടക്കാം. അന്ന് കാണും ആ ബ്രൈറ്റ്നസ് നോക്കി എന്താ ചെയ് നല്ല ചന്തി. ശരി സീനറി കാണിച്ചു കൊടുക്കണേ. എന്റെ ചന്തിയിലും അത്രയും ഭംഗിയുള്ള. നോക്ക് ഗൈസ്, ഇതാണ് വ്യൂ. അവിടെ ഒരു പാലമുണ്ട് ഗൈസ്. ആ പാലത്തിന്റെ ലൈറ്റ് ഒക്കെ ഓഫ് ആയതുകൊണ്ടാണ് ഗൈസ് നമ്മൾ പാലത്തിൽ നടക്കുന്ന സംഭവം കാണാൻ പറ്റാത്തത്. നല്ല ഭംഗിയുള്ള പാലാണ്. നാളെ രാവിലെ വെളിച്ചം വന്നിട്ട് കാണിച്ചു തരാം. നാളെ രാവിലെ വിളിച്ച് വന്നിട്ട് കാണിച്ചു തരാം. അവിടെ മറ്റേ കുതിര ഷോ ഒക്കെ നടക്കുകയാണ്. അത് ഞാൻ കുറച്ച് കവർ ചെയ്തു. ബാക്കി നമുക്ക് എഡിറ്റ് ആണുള്ളത്. നമ്മളിവിടെ വന്നിരുന്നിട്ട് പീസ്ഫുള്ളായിട്ട് അവിടെ അവിടെ എ സിൻ്റെ ഇതൊന്നും നല്ല ചൂട് കാറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരിക്കാം. തണുത്ത് മര വെച്ചിരിക്കുകയാണ്. പുറത്തൊക്കെ വെയിലുണ്ട് എന്നുള്ളൂ. അജാതി ചൂടാന്നറിയോ? അജാതി തണുപ്പാന്നറിയോ? പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെയാണ് ഷൂട്ടിംഗ് നടക്കാം. നമ്മൾ ഷൂട്ടിംഗ് ഏരിയയിലാണ്. ബി റോൾസ് പടയ്ക്കാൻ നോക്കാം. ഗൈസ്, നമ്മളിന്ന് ബൂഡാപെസ്റ്റിലെ പണ്ടത്തെ ഒരു യുദ്ധം ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സ്ഥലത്തേക്ക് വന്നത്. അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാൻ പറഞ്ഞു. മോനെ അവിടെ തേങ്ങ ഇറക്കാനായിട്ട് മോനെ അവൻ്റെ കേരള ഞാൻ ആണോ. ഇതൊക്കെ പണ്ടത്തെ ജീപ്പാണ് തോന്നുന്നുണ്ടോ? വൈകി ചങ്ങായി പിടിക്കല്ലോ. കണ്ടിട്ട് മീൻസ് പീരങ്കികളാണ്. എന്തൊക്കെ ടൈപ്പ് പീരങ്കിയാണ്? നമുക്കൊക്കെ യുദ്ധത്തിന്റെ സാധനങ്ങളാണ്. നെപ്പോട്ടിസം. വാ നമുക്ക് തിരിച്ചൊക്കെ പോകുന്നത്. അത് അവരൊക്കെ കയറിയിടാൻ വണ്ടിയിൽ. ഇതാണ് നമ്മുടെ ഹോട്ടൽ. നമ്മുടെ ഹോട്ടൽ ഇതുവരെ കാണിച്ചില്ലല്ലോ. ഇന്റർ കോണ്ടിനെന്റ്. ഇവിടെ ഇത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഫുള്ള് വിളിച്ചാൽ ഫുള്ള് എന്തൊക്കെയൊക്കെയോ. ഈ നായി എവിടെ പറയുമ്പോൾ വെച്ചാൽ ഇവനാണോ ഇയാൾ സെൻറ്ററാക്കാം. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ദിവസമാണ്. ഇന്നത്തോടെ കഴിഞ്ഞു. അതുകൊണ്ട് വെറുതെ ഇന്നത്തെ ക്ലൈമറ്റ് വിഷയമുണ്ടോ? നല്ല തണുപ്പ്, മഴ പെയ്യും തോന്നുന്നുണ്ട്. ഗുഡ് പ്ലേസ്, ഗുഡ് ലുക്ക്. അതാ വന്നു 100 ആയിരത്തിനെ. കുറച്ച് ദിവസം മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഈ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കിടിലം. ഫോട്ടോ നേരെ ഫോട്ടോയിലേക്ക് നമ്മൾ വണ്ടി എടുക്കില്ല. ഒരു 2 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ വിചാരിച്ചു നടക്കാം. തണുക്കുണ്ട് എന്നാലും ഇത് കേട്ടോ. ഈ പള്ളിയൊക്കെ ഇങ്ങനെ നമുക്ക് നോക്കിയിട്ട് രാത്രി നടക്കാമല്ലോ. എൻ്റെ തൊള്ളാക്കി നായി അങ്ങനെ ഞാൻ ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ എൻ്റെ തേങ്ങരക്കല് ഈ നായിന്റെ തൊള്ളപ്പോ തള്ളുന്ന കണ്ടാണല്ലോ. കള്ള നായി മാറിക്കണം. സിനിമാറ്റിക് ആണോ? അല്ല, ഇതൊക്കെ കണ്ടിട്ട് തൊള്ള കെട്ടിട്ട് നമുക്ക് ഇത് സിനിമാറ്റിക് ആണെന്ന് തോന്നുന്നുണ്ടോ? കഴിച്ച് എന്താണിത്? ഈ ബിൽഡിങ് കണ്ടോ? ഭയമാക്കുന്നു. കാര്യത്തിൽ ഒരു പ്രേതമോടുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പിന്നിൽ വിളിച്ചിട്ടുണ്ട്. ഫോണിൻ്റെ എടുത്തുകൊണ്ട് അത്ര ഒരു ഫീലൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇതപ്പം കുറച്ച് കഴിഞ്ഞാൽ പോകും. കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങി നീട്ടിട്ട് അത്ര ഞാൻ നാളെയും പോകും. ഇനി നമ്മളെപ്പോഴാണ്
അങ്ങനെ നമ്മുടെ ബൂഡാപെസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ തിരിച്ച് കയറി ബാക്ക് ടു ബാംഗ്ലൂർ. പക്ഷേ ഡയറക്റ്റ് ബാംഗ്ലൂർ അല്ല, വണ്ടാറങ്ങാനത് വലിയ ഫ്ലൈറ്റ്. അത് ഇവിടുന്ന് ദുബായി പോയി അവിടുന്ന് വെയിറ്റ് ചെയ്ത്, ദുബായിൽ നിന്ന് മുംബൈ പോയി അവിടുന്ന് വെയിറ്റ് ചെയ്ത്, അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ ഇവിടെ ഇപ്പോൾ എത്രയെന്ന് അറിയാം. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയാണ് ഇപ്പോൾ ഉള്ള സമയം. നാളെ 3 മണിക്ക് ഞാൻ ബാംഗ്ലൂർ എത്തിയിടും. ശരി, അപ്പം അത്ര തന്നെ ഉള്ളൂ. ഇനി അടുത്ത ബ്ലോഗിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യും. ഇങ്ങനെ ഓരോ രാജ്യത്തേക്ക് നിന്നിട്ട് ഓരോ കൊണ പറഞ്ഞിരിക്കാം.